ആവാറായി നേരം. ഇതുവരെ അങ്ങർക്ക് കുടുംബത്ത് കയറാൻ തോന്നിയിട്ടില്ല. ക്ലാസ് ഒക്കെ നേരത്തെ വെച്ചിട്ടാ പോയിരിക്കണ. അതിന് മറക്കൂലല്ലോ. ഓ വന്നായിരിക്കും. എന്താ ഇത്? നല്ല പിടക്കണ പുഴമീനും കപ്പയും. അയ്യോ ഇതിനുള്ള കാശാ? കാശാ എടി 5 വർഷമായിട്ട് ഗൾഫിൽ പോയിട്ട് നിന്റെ ആങ്ങള എന്റെ അളിയിൽ നിന്നല്ലേ വന്ന. അവനെ നമുക്കിത് ട്രീറ്റ് ചെയ്യണം. അങ്ങോട്ട് പൈസ ഞാൻ നോക്കില്ല, ഭാര്യ അങ്ങോട്ട് എറിഞ്ഞു. എന്തോരം കാശ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോണ്. അവന് കൊടുക്കാനാണോ? ചേട്ടാ ഇത് തന്നെ അല്ലേ? അയ്യോ എന്താടോ കുടുംബത്തിൽ കയറി വന്ന ആണുങ്ങളെ തല്ലുന്ന? ആണുങ്ങളെ തല്ലണ്ടേ? പിന്നെ ഞാൻ മീൻ മേടിച്ചിട്ട് ബൈക്കിലോട്ട് അങ്ങോട്ട് തൂക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ്, ലോട്ടറി നോക്കാൻ പോകുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ എന്റെ മീൻ എടുത്തോണ്ട് ഞാൻ തല്ലണ്ടേ? ലോട്ടറി അടിക്കണ എന്തിനാടി മീൻ? അതുകൊണ്ട് എടോ ഇയാൾക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇയാൾ അധ്വാനിച്ച് പൈസ കൊടുക്കി ഇയാളുടെ വീട്ടിലേക്ക് മീൻ മേടിച്ചോണ്ടോ. ഞാൻ എന്റെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് പോകുന്ന മീനല്ല കയറി പിടിക്കേണ്ടത്. ചേട്ടാ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് അറിയാണ്ട് സംഭവിച്ചു പോയതായിരിക്കും. അല്ലാണ്ട് അറിയാണ്ടൊന്നും അല്ല. ഞാൻ കൊണ്ടുപോകും ആ മീൻ. ചെന്ന് ചേട്ടൻ മീൻ വേണോ? വേണം വേണോ? വേണം. കൊണ്ടുപോണോ? കൊണ്ടുപോകണം. വേണോ? ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നാ ചേച്ചി എടുത്തു. അതാണത്. അതായത് ഓരോ ധ്യാനത്തിലും എഴുതിയിട്ടുണ്ടാവും അത് കഴിക്കുന്നവന്റെ പേര്. മീനെ മീനോപ്പില്ലേക്ക് മീനോ പോലെ ഗന്നാം അല്ലേ? എന്ന് വീട്ടില് മീനൊക്കെ മേടിച്ചിട്ട് പോവോ? ഞാൻ എല്ലാ ദിവസവും മീൻ മേടിച്ചു കൊടുക്കും. ആണോ? ഞാൻ മീൻ വെട്ടി കൊടുക്കുന്നത്. ഭാര്യ ഭയങ്കര ഭാഗ്യവതിയാട്ടോ. ഇവിടെ ഉണ്ട് ഒരു മണകോണാച്ചാൻ, ഒരു ചുക്കും എനിക്ക് മേടിച്ചു തരത്തില്ല. ചേച്ചി ഇത് നല്ല അടിപൊളിയായിട്ട് കറി അങ്ങോട്ട് വെച്ച് നല്ല സൂപ്പർ ആയിട്ട് അങ്ങോട്ട് കഴിക്കാൻ എന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇന്നാണെങ്കിൽ എന്റെ ആങ്ങളെ പറഞ്ഞ ദിവസം അവന് വേണ്ടി എന്തെങ്കിലും മേടിച്ചോണ്ടോ? അത് നീ പറയരുത്. നിന്റെ ആങ്ങളുടെ കാര്യം പറഞ്ഞ് കയറി പോവല്ലേ. ഇവളുടെ ആങ്ങള 5 വർഷമായി ഗൾഫിൽ പോയിട്ട് അവൻ ഗൾഫിൽ പോയി പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അളിയാ പാസ്പോർട്ട് എടുത്ത് പോയിന്ന്. എടുത്തില്ലെന്നാ. ഒരു മിനിറ്റ്. പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് പിന്നെന്താണ്? അവനോട് പൊതുവെ ദേഷ്യമാണ്. കാരണം എത്ര പെട്ടെന്നൊക്കെ ഗൾഫിലൊക്കെ പാസ്പോർട്ട് ഞാൻ അട്ടയിട്ട് വെച്ചേക്കണേ. പാസ്പോർട്ട് ഇത് കണ്ട. ഈ പാസ്പോർട്ടിൽ ഇപ്പൊ ഇരിക്കണ എന്തൊക്കെയാണെന്നറിയോ? ഇത് കണ്ട, അംബിക ഗ്യാസ് ഏജൻസി കണ്ട, കറണ്ട് അടുപ്പിന്റെ ബില്ല്, റഷീദല്ല ജമാലി. എടാ ഇതൊക്കെ നോക്കിയേ. ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ടാണോ ഈ പാസ്പോർട്ട്? ഞാൻ വെയിലത്ത് ക്യൂ നിന്ന് എടുത്ത പാസ്പോർട്ട് ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ടാണോ? ഇതാണോ പാസ്പോർട്ട്? ഇങ്ങനെ ഒരു പാസ്പോർട്ട് എന്തിന് 5 വർഷമായിട്ട് നടക്ക? എനിക്ക് ഈ പാസ്പോർട്ട് വേണ്ട. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? വേണ്ട പാസ്പോർട്ട്. അല്ല ഇനി ആ ഗ്യാസ് ഏജൻസിയുടെ പേപ്പറൊക്കെ എങ്ങനെ എവിടെ കൊണ്ടുവെക്കും? അത് കീറിക്കളയരുതായിരുന്നു. എന്തായാലും ഒന്ന് പ്രതീക്ഷയ്ക്ക് ഒരു ഇത് വെക്കണമായിരുന്നു, ഒരു വക വെക്കണ്ടേ? എന്തായാലും അവര് വരുമോ ഇല്ലയോ? തൈര് നിന്റെ അനിയൻ പറയുമ്പോ എന്തായാലും മറ്റേ സാധനമായിട്ടല്ലേ വരുള്ളൂ. 2 അടിച്ചാൽ വീലായിട്ട് വാളിച്ച് കിടക്കും. അപ്പൊ അവന്റെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാനാ തൈര്. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ അണ്ണാക്കിലേക്കാണല്ലോ തൈര് ഒഴിച്ചത്. നീ തൈര് വർത്താൻ്റെ അടുത്ത് പറയരുത്. കൊണ്ടുപോയി പുള്ളി വരുമോ? അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അവനെ എമർജൻസി ആയിട്ട് അവനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. കാറ് വെളി വന്നപ്പോഴേ പുള്ളി കാത്തിരുന്ന സാധനം എമർജൻസി ലാമ്പ്. എന്റെ പൊന്നളിയ ഞാനപ്പൊ കറിവേപ്പ് എന്ന് പറഞ്ഞ ഇവന് കറിവേപ്പിലായിട്ട് വന്നാനല്ലോ. കറിവേപ്പില വേണമായിരുന്നു. അയ്യോ കിട്ടും. തമാശ. നീ എങ്ങനെയാണ് ഉണക്കം പോലെ ചെക്കൻ ഇത്രയും വണ്ണം വെച്ച് സുന്ദരനായത്? ഗൾഫിലെ ചാപ്പാടല്ലേ സുന്ദരനായിട്ടോ? ആദ്യം കേട്ടോ? ശരിയാട്ടാ. ഞാൻ കവളൊക്കെ അങ്ങോട്ട് ചുവന്ന് തീർത്ത് ജാമ്പൊക്കെ അല്ല. നീ പുറത്തിറങ്ങുന്നുണ്ടല്ലോ അണ്ണാൻ ചപ്പാത്ത നോക്കണം. കളിയാക്കാതെ. ചേച്ചി അവിടുത്തെ ഫുഡല്ലേ ചേച്ചി? അവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആരും കട്ടകളാ പറയുന്നത്. അവിടെ ഇവിടുത്തെ പോലെയല്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ ചാപ്സ്, മട്ടൻ ചാപ്സ് ഒക്കെ വെച്ചില്ലേ? പഴഞ്ചോറും ഉണക്കമീനും കഴിക്കുന്നവനാണ് ചിക്കൻ ചാപ്സ് കഴിക്കുന്നത്. ഉണക്കമീനും പഴഞ്ചോറും കഴിക്കണം ഞാൻ. വളിച്ചളിയൻ. അവിടെ ഗൾഫിലെ ഫുഡ്. അവിടെ ചാപ്സ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, അൽ മുസാദ്. എന്റെ പൊന്നെ, അങ്ങോട്ട് പോകുമ്പോ ഈ ഗൾഫിലൊരു മരം ഉണ്ട് കേട്ടോ. ഇത് ഈന്തപ്പന എന്ന് പറയും. ആണോ? അപ്പൊ ഈ ഹോട്ടലിന്റെ അടുത്തുണ്ട് ഈന്തപ്പന. ഞാൻ അതിലോട്ട് രാവിലെ വലിഞ്ഞേറി ഒരു എക്സസൈസോ അതിലോട്ട് വലിഞ്ഞേറിയിട്ട് ഒരു 8 ഈന്തപ്പഴം കഴിച്ച് പുറത്തേക്ക് കഴിക്കും. പിന്നെ താഴെ ഇറങ്ങുമ്പോ അതിന്റെ താഴെ തന്നെ പൈപ്പുണ്ട്, അത് കുറച്ച് വെള്ളവും. ഉച്ചയ്ക്ക് എന്ത് കഴിക്കൂടാ? ഉച്ചക്ക് ബിരിയാണി അല്ലേ? ദം ബിരിയാണി. ആ ബിരിയാണി കിട്ടുന്ന ഹോട്ടലിന്റെ സൈഡിലും ഉണ്ട് ഒരു നല്ലൊരു കിടിലം ഈന്തപ്പന. അതിലോട്ട് പോയിട്ട് ഒരു 7 എണ്ണം ഉച്ചയ്ക്കും കഴിക്കും. താഴെ വെള്ളമുണ്ട്, പൈപ്പിൽ കിടപ്പുണ്ട്, കറുത്ത പൈപ്പിൽ. അന്ന് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് പിടിക്കും. പിന്നെ വിശക്കില്ല. രാത്രി ഇതൊക്കെ തന്നെയല്ലേ സത്യം പറഞ്ഞില്ലേ? ഗൾഫില് ഈന്തപ്പഴവും വെള്ളമുള്ളതുകൊണ്ട് ഇവൻ ജീവിച്ചു പോണ്. എന്താ ജോലി എന്നാ ശരിക്കും? അയ്യോ ജോലി ഗൾഫിലാണ് കുട്ടികളെ ഉണ്ടാക്കൽ.
മാനേജറാ കുട്ടികളെ അല്ല ഉണ്ടാക്കുന്നതിന്റെ. അതൊരു പ്രക്രിയല്ലേ, അതൊരു ജോലിയല്ല. ഈ അറബികൾക്ക് സമയം കിട്ടില്ലെന്നു. അതെങ്ങനെ ഇത്? എന്തോ നിങ്ങൾ എവിടെ പറഞ്ഞോണ്ട് അല്ല ഞാൻ ചോദിച്ചത്, ഈ കുട്ടികളുണ്ട് അതൊരു ഇതല്ലേ, അല്ലാതെ ഒരു ജോലിയായിട്ട് അതെങ്ങനെ വരുന്നത്? മാൻ പാവക്കുട്ടികൾ ഉണ്ടാക്കൽ, പാവക്കുട്ടികൾ ടോയ്സ്. ജോയ്സ് അല്ല, ടോയ്സ്, പാവക്കുട്ടികൾ. Toys. എന്റെ പൊന്നെ. ചേച്ചി ചേച്ചിയെ സന്തോഷിപ്പിക്കട്ടാ, ആ ആളിനെ സന്തോഷിപ്പിക്കട്ടാ. എന്താടാ ചേച്ചി കാത്തിരുന്ന സാധനം വന്നിട്ടുണ്ട്. എന്താടാ എത്ര കാലമായി ചേച്ചി കണ്ണിൽ എണ്ണ ഒഴിച്ചു കാത്തിരിക്കുന്നു. ദാ കൊണ്ടുവന്നു അളിയന്റെ വിസ. വിസ ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം മഴവിൽ അളിയാ പറക്കണ്ടേ? പെറുക്കേണ്ടി വരും മിക്കവാറും. ആളിയാ ഇനി ആളിയനുണ്ടല്ലോ. ആദ്യത്തെ മാസം 1 ലക്ഷം, രണ്ടാമത്തെ മാസം 2 ലക്ഷം, മൂന്നാമത്തെ മാസം 3 ലക്ഷം, അങ്ങനെ അങ്ങനെ ലക്ഷങ്ങളാണ് നമ്മൾ പറക്കുന്നല്ലേ അടുത്ത ആഴ്ച. അയ്യോ അറിയണ്ടല്ലേ? ആ നിങ്ങൾ ആടി, ഞാൻ പോയി കറി വെക്കട്ടെ. ഇഷ്ടപ്പെട്ടില്ല. ഇത് കൊള്ളാലേ സാധനം. ഗൾഫിലെ സാധനമല്ലേ, അറബികൾ ഇത് അടിക്കുള്ളൂ. ഏതാ? 10 വർഷം കുടിച്ചിട്ട സാധനമാണ്. അയ്യേ പിടി. 10 വർഷം കുടിപ്പിച്ച് നിന്നെ കഴുകിയിട്ടെങ്കിലും കൊണ്ടുവന്നോടായിരുന്നാടത്. അയ്യോ, അതാണ് നല്ല സാധനം. 10 വർഷം കുടിച്ചിട്ട് അതിനാണ് വീര്യം കൂടുതൽ, വില കൂടുതൽ അതിനാണ്. കുടിച്ചിട്ട് വീര്യം കൂടും. പിന്നെ വീര്യം കൂടും, അതാണ് നല്ല സാധനം. പോയിട്ട് എമ്മച്ച് മേടിച്ച് കുഴിച്ചിടും ഞാൻ. എന്നിട്ട് വേണം മറ്റേ അമ്മമാര് എക്സസൈസുകാർ പൊക്കി കൊണ്ടുപോയി. നല്ല സാധനമാണ്. ആളിയാ പിന്നെ ഈ സാധനം ഇരിക്കും തോറുമില്ല അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ശരി. ഓ വൈറ്റ് ആണോ? അത് കളിക്ക്. ഒന്നുമില്ലേ? റെഡിയാണ്, റെഡിയാണ്. അതെ നിങ്ങൾ കഴിക്കും, എനിക്ക് കഴിക്കണ്ട. എന്ത്? ഞാൻ കഴിക്കത്തില്ല. ഏയ്! ഇല്ല, ഇല്ല, ഇല്ല. ഇത് ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ആംബിയൻസ്, ഇയാളെ പാട്ടൊക്കെ. കണ്ടാലേ പറയാം അടിക്കുമെന്ന്. ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞു മീൻകറി വെക്കുന്ന പറഞ്ഞില്ലേ, ഞാൻ മീൻകറിയും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ഇവിടെ ആ മീൻകറി വെക്കും. നമ്മൾ കൊണ്ടുവന്ന മീനില്ലേ, ആ. ഞാൻ കറി വെച്ചുതരാം. ഉവ്വ. നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം ഞാൻ എത്തിച്ചു തരാം. നിങ്ങളെ കൊണ്ട് അടി കൊടുക്കാം. എന്നാ പിന്നെ ഓക്കേ. ആയിക്കോട്ടെ. ഓക്കേ. അളിയാ ഈ സാധനം മീൻ കറി കളിയാ. പിന്നെ ഒരു ബീഫ് ഫ്രൈ എങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അടിക്കാൻ രസമുള്ളൂ. ബീഫാ? ഒരു മിനിറ്റ് അളിയാ. അളിയ ഫോൺ ഉണ്ടാ? ഫോണുണ്ട്. ഇതെന്തേ? ഒരു മിനിറ്റ്. എവിടെ എവിടെ? ബീഫൊക്കെ ഏത് പാതിരാത്രിയിലും വിളിച്ചാൽ ഈ കിട്ടും. പാതിരാത്രി ഇനി അവിടെ ബീഫ് അല്ല, കണ്ണൂരുള്ള എന്റെ കംപ്ലീറ്റ് ഹോട്ടലുകാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. ആ ചുക്കുറേ, എടാ ഒരു ബീഫ് ഫ്രൈ വേണം കേട്ടാ. എടാ ആ ക്വാണ്ടിറ്റി കൂടി കുറക്കണ്ട, ആളിയം വന്നിട്ട് ഗൾഫിൽ നിന്ന്. ഓ സാധനം തരാനില്ല, പെട്ടെന്ന് പെട്ടെന്ന്. ആളില്ലെന്നാ? ആരെങ്കിലും കൊടുത്തു വിട്ടോ, ആരെങ്കിലും കൊടുത്തുട്ടോ. എത്ര സ്ഥാനത്തണം? ഓക്കെ കിട്ടിയാ സാധനം ഇപ്പൊ വരും. സെറ്റപ്പ്. ഞാൻ വിളിച്ച് പറഞ്ഞ അപ്പൊ തന്നെ എത്തും ബീഫ്. എന്ത് വേണമെങ്കിലും, ഏത് പാതിരാത്രി ആണെങ്കിലും കുഴപ്പമില്ല. ഒഴിക്കാൻ പറ്റട്ടെ, ബീഫ് വന്നിട്ട് ഒഴിക്കാം. ബീഫ് വരട്ടെ. ബീഫ് അതുമല്ല, ബീഫ് എന്ന് പറഞ്ഞാലേ ഇവിടെ തന്നെ വരണം. ബീഫ് ഫ്രൈ കഴിക്കണമെങ്കിൽ അവിടെ ഫുള്ള് പറ്റിപ്പൊളിയാ. എന്താ അവിടെ ബീഫ് എന്ന് പറഞ്ഞിട്ട് തരണം, മറ്റേ ഒട്ടകത്തിന്റെ ബീഫ് അല്ലേ തരണം. അയ്യോ അതാ. അയ്യോ മറ്റേ മട്ടന്റെ ബീഫ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ അറിയില്ലല്ലേ. ഇവന്മാരടുത്ത് ആര് പറഞ്ഞു കൊടുക്കാനാ ഇതൊക്കെ? ഈ റെജി ഫിലിപ്പിന്റെ വീട് അതെ ഞാനാണ്. ഫ്രൈ ആയിട്ട് വന്നതാ. അയ്യോ ഉണ്ട് കുറച്ചും കൂടി കരിയാനുണ്ടല്ലോ. അതല്ല, കയ്യില്ല, ബീഫ് ഫ്രൈ ആയിട്ട് വന്നതാ. ബീഫ് ഫ്രൈയാ? ശ്ശേ, ചുമ്മാ. അയ്യോ പോട്ടളിയാ ബീഫ്. അല്ല, ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് തന്നു വിട്ടതാ. ഞാൻ കടയിൽ നിൽക്കുവായിരുന്നു, വിളിച്ചത്. താങ്ക് യു താങ്ക് യു. ശരിയെന്താ, പോലെ, പോകല്ലേ. ഞാൻ കൊണ്ടുവന്ന സാധനം ഒരു അടിച്ചിട്ട് പോന്നെ. നമ്മളമ്മ പരിചയമില്ല. അതല്ല പരിചയപ്പെടുന്നേ. ഞാൻ സീരിയലില്ല, ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ സീരിയൽ കണ്ടിട്ടില്ല. കാണാനുള്ള സമയം കിട്ടുന്നില്ല. അതെ, നിങ്ങൾ ഇവിടെ സീരിയൽ പോണ സമയം നമ്മൾ ഡെയിലി 750 രൂപയുണ്ട്. ഉണ്ട്. വെയിൽ കൊള്ളണം, നട്ടാറ് വെയിൽ കൊള്ളണം. ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആണല്ലേ. ഇച്ചിരി കൂടെ ഒഴിച്ചു, ചാളവ് കുറവുണ്ടേ, ശ്രദ്ധിച്ചായിരുന്നു. ബോസിനാണെങ്കിലും അതിനൊന്നും ഒരു കുറവില്ല. നമുക്ക് അവിടെ സംസാരിച്ചാലും കണ്ണു വിടായിരുന്നു. വെള്ളമല്ലേ? വെള്ളം വെള്ളം, എനിക്ക് അത്രയും വെള്ളം വേണ്ട, വെള്ളം വേണ്ട, വേണ്ട. ഓക്കെ ഓക്കെ എട് എട്. ചിയേഴ്സേ. ഇറങ്ങി പോകുന്ന അറിയില്ല. അല്ല, ഞാനങ്ങോട്ട് കേട്ടോ. അല്ലേ ഇങ്ങനെ ഇറങ്ങണമെന്ന്. സുദേവ് സാർ, സുദേവ് സാറല്ലേ? സുദേവ് ഞാനാണ്. സാറാണോ ഇല്ലയോന്ന് എനിക്ക്. സുദേവ് സാറല്ലേ? ആണ്. എന്റെ പൊന്ന് സുദേവ് സാർ, എന്റെ പൊന്നളിയാ സുദേവ് സാർ സീരിയലിലെ മെയിൻ ആള്. അയ്യോ എന്റെ വീട്ടില്. അയ്യോ സുദേവ് അളിയൻ കണ്ടിട്ടുണ്ടോ? അയ്യോ ഭയങ്കര പെർഫോമർ അല്ലേ? ഓ എന്റെ പൊന്നെ, ഞാൻ കണ്ടിട്ടില്ല. സീരിയൽ സാർ എന്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാറേ. ആദ്യം മനസ്സിലായില്ല. അയ്യോ എനിക്ക് എനിക്ക് തോന്നിയത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് അയ്യോ സുദേവ് സാറിന്റെ സീരിയൽ എന്റെ പൊന്നോ. സാറേ മറ്റേ സീരിയലിന്റെ പേര് തിന്നതറിയാതെ. അതെ അതെ. അപ്പൊ വയററിയാതെ അത് ആദ്യത്തെ എപ്പിസോഡ് വയററിയാതെ. ഇത് തിന്നതറിയാതെ. ഏത് വേഷം? വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാ.
2500 പരം എപ്പിസോഡായി. അയ്യേ വറുത്തെടുക്കണമായിരുന്നു. എന്താ ഇതിങ്ങനെ? എന്താ വേഷം? ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ നൈറ്റ് ഇടും. വീടിന്റെ നമ്മുടെ വീടിന്റെ മുറ്റം തോന്നാലും നൈറ്റ് ഇടും. നൈറ്റ് ഇട്ടോട്ട് നോക്കുന്നുള്ളൂ. അപ്പുറത്തേക്ക് നോക്കുമ്പോ അവളാണെന്ന് അത് എന്റെ പൊന്നിന്റെ നൈറ്റ് ആ ചേച്ചിയുടെ നൈറ്റ് നൈറ്റ് ഇട്ടോട്ട് പൊന്നെ എന്താണ് ഒന്ന് വന്നേ ശ്ശെ, എന്തായിട്ടാ വന്നേ. ആ ഇല്ല പൊക്കോ ഏ? പൊക്കോ പൊക്കോ. ചേച്ചിയുടെ നൈറ്റ് ഇട്ട് എന്താ കളിയാ? എങ്ങനെ എടുക്കട്ടെ മീൻ എങ്ങനെ വറുത്തെടുക്കണം? ഷർട്ട് ഇട്ടോന്ന് നോക്കാം. ഇതാണ് എന്താണ് ഇത് എങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തോ? ഷാലോ ഫ്രൈ ഷാലോ ഫ്രൈ. ഓക്കെ അല്ലേ? അയ്യോ സുദേവ് സാർ കണ്ട അല്ലല്ല. അളിയനെ അറിയാൻ പാടില്ല കണ്ട. എനിക്ക് മനസ്സിലായി. വീട്ടില് മറ്റേ ഇത് മുളക് പിച്ചാൻ മാത്രമല്ലേ? സുദേവ് സാറോ? സീരിയൽ നടൻ സുദേവ് സാറ് നിങ്ങളുടെ വീട്ടിൽ എടോ സുദേവ് സാറ് നമ്മുടെ സീരിയൽ നടൻ. സീരിയല്ല തിന്നതറിയാതെ, ഇന്നറിയാൻ കണ്ടിട്ടില്ല. വയററിയാതെ, വേററിയാതെ തിന്നുകൊണ്ടാണ്. പെട്ടിക്കടയിലെ മിന്നാമിനിങ് ഇല്ല ഞാൻ കണ്ടിട്ടില്ലല്ലേ? തിന്നതറിയാതെ 3200 അല്ലേ 200. 3200 എപ്പിസോഡിൽ ഒരു പെർഫോമൻസ് ഉണ്ട്, എന്റെ കല്യാണ സീൻ. ആണല്ലേ? എന്റെ പുനാ സീൻ എന്ന് കാണിച്ചു. കല്യാണ സീൻ ഇങ്ങനെ നിൽക്കിയ 100 പേരുണ്ട് ഇങ്ങനെ പൂ ഇടാൻ വേണ്ടി. അതിൽ ഏറ്റവും പുറകിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഡയറക്ടർ എന്നോട് പറഞ്ഞു കൈ നീട്ടി ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെ നിന്നുണ്ട് കൊലവ എക്സ്ട്രാ ഇടാൻ പറഞ്ഞു. എന്നെ പെർഫോമൻസ് മരിക്കാനും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്റെ അമ്മോ. ഞാൻ കണ്ടിട്ടില്ല. വേറെ ഏതെങ്കിലും സീനിൽ ഇട്ടതേ ഉള്ളൂ. അവൾ ഭയങ്കര കയ്യടിയും വേണം. ഞാൻ ആ സീനുണ്ടല്ലോ എനിക്ക് ഭയങ്കര സോറി അവിടെ നിന്നാണ് ഞാൻ സാറിന് ആരാധകനായത്. അത് കുഴപ്പമില്ല. അല്ല വേറെ ഏതെങ്കിലും സീരിയൽ പിന്നെ ചിങ്ങമാസത്തിലെ പട്ടി എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ? ചിങ്ങമാസപ്പട്ടി അതിനകത്ത് പാടാ എഴുതി കാണിക്കുന്നതാ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ, വൈറലായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ പോസ്റ്റർ വരുന്നത്? എന്റെ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ നിൽക്കണം. ഇത് കന്നിമാസത്തിലെ പട്ടിയല്ലേ? ചിങ്ങമാസത്തിലെ പട്ടി എനിക്കറിയത്തില്ല. സോറി നൈറ്റ് ഇട്ടുണ്ട്. അളിയനറിയാൻ പാടിട്ടാണ് ഒരെണ്ണം ഒഴി. അതെ ഒഴിച്ചോളൂ, എന്റെ വൈഫിന് ഭയങ്കര ജീവനാണ് സാറിന്. എന്നെ ഓ, പിന്നെ അയ്യോ പെണ്ണുങ്ങൾക്ക് പൊതുവെ സീരിയൽ അറിയാം. പിന്നെ ഗൾഫിലേക്കൊക്കെ വരാത്തത് സീരിയലാണെങ്കിൽ അതിൽ കൊണ്ടുപോണ്ടേ? നമ്മൾ അവിടെ ഉള്ളവർക്ക് നിങ്ങൾ അറിഞ്ഞൂടാ. ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കട്ടെ. അവളൊന്ന് പിടിക്കും. പൊന്നെ എന്തായിട്ടാ ഞാൻ പണിയില്ല. ഇപ്പൊ വന്നേടി. എന്താ നിന്റെ ആള് വന്നേക്കണ്. ഇപ്പഴാ? അല്ല എന്താ എടി വന്ന് നോക്കിയേ. നീ എന്താ നോക്കിയേ. ആരാന്ന് മനസ്സിലായില്ലേ? ആരാ? അയ്യേ അറിഞ്ഞൂടെ? എടി സീരിയൽ താരം സുദേവ് സാർ. നീ ഏത് സീരിയലാ? തിന്നതറിയാതെ. അത് ഞാൻ കാണുന്ന സീരിയലാണല്ലോ. കണ്ട മനസ്സിലായ? എടി 3200 എപ്പിസോഡില്ലേ അതിനകത്ത് കല്യാണ സീൻ അതിനകത്ത് കണ്ട ഓർമ്മ. വേറെ ഏതെങ്കിലും സീരിയൽ? റെഡ് സ്ട്രീറ്റിലെ കന്യക. അയ്യോ അത് ഞാൻ സ്ഥിരം കാണുന്ന. അതിനകത്തുണ്ടായിരുന്നു ഞാൻ. കന്യകയുടെ ആങ്ങളായിട്ട് ഞാൻ. അതിനകത്ത് ആ ബൾബ് ലൈറ്റ് എരണ്ട വെളിച്ചത്തിൽ കൂടി നടന്നു. അതെങ്ങനെ അതിങ്ങനെ ഇങ്ങനെ ഓർമ്മയില്ലേ? മുഖം കാണത്തില്ല, വ്യക്തമില്ലായിരുന്നു. കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ കുടുംബത്തിൽ കയറ്റി വന്നിട്ട് ഇയാളെ കണ്ട അയാളെ കണ്ടാന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് 100 കൂട്ടം പണിയോടെ കിടക്കുന്നു. ആ ഈ സാറാ ആ ഈ സുദേവൻ സാറാ. ആ. നീ ഞാൻ വിളിച്ച എന്റെ ഗസ്റ്റ് എന്റെ സുദേവൻ സാറിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ? എന്റെ പൊന്നിയായിട്ട് അങ്ങനെ അധികം അഭിനയിച്ചിട്ടൊന്നുമില്ല. നീ കിടന്ന് അഭിനയിക്കല്ലേ? ഇതെന്ത് ഇങ്ങനെ ഞാൻ വിളിച്ച എന്റെ ഗസ്റ്റ് ആണ് സുദേവ് സാർ. കാണിക്കാൻ കാണിക്കല്ലേ? പക്ഷേ അത് വിട്ടൊരു പക്ഷേ അത് സാർ അവിടെ ഇരിക്കും. സുദേവ് സാർ അവിടെ ഇരിക്കും. നീയേ എന്റെ അടുത്ത് കളിക്കല്ലേ കേട്ടാ. സാറിന് അറിയില്ല. സുദേവ് സാറിന് അറിയില്ല. വല്ല കോപ്പന്മാരെയും വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് പെങ്ങളെ തല്ലാന്ന് കഴിഞ്ഞാൽ എന്റെ വിധ മാറും. സുദേവ് സാറിന്റെ കോപ്പന്താ. നീയാണ് കോപ്പൻ. ഇവന് ഏത് സീരിയലുണ്ട്? ഇവനാ? നീ ഇറങ്ങി പോടാ മരമാക്കറി. നീ ഇറങ്ങി പോണം. നീ ഇറങ്ങി പോണം. നീ ഇറങ്ങി പോണം. നിനക്ക് മതിയായില്ലേ ഇയാളോട് താമസിച്ച്? എന്നെ ഇറക്കി വിടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അല്ലെങ്കിലും പോകാൻ ഞാൻ കൊണ്ടുപോകാം. അല്ല എന്റെ മൊബൈലിലുണ്ട്. പോടോ അവിടുന്ന്. മൊബൈലില് കന്യക റെഡ് സ്ട്രീറ്റിലെ കനിയിലെ നായികയുടെ ഫോട്ടോ. ഇവിടെ ഞാൻ സീരിയലിൽ പോയിട്ടില്ല, വേറെ എവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ പോവാണെന്ന് പറഞ്ഞല്ലോ. പോടോ. നീ ഇവിടെ ഒരു നിമിഷം നിൽക്കില്ല, കേറി, കേറി. സാറേ എന്തോ സാറേ ഇത്? അല്ല സാർ വേണ്ട. സുദേവ് സാറിനെ മനസ്സിലാക്കാത്ത എനിക്ക് വേണ്ട ആരും വേണ്ട. സുദേവ് സാർ ഞാൻ അച്ചാറാക്കിയത് കേട്ടോ. നമുക്ക് 3 പേര് മതി. നമ്മള് 3 പേര് മതി. നമ്മൾ 3 പേരും അടിക്കും. സുദേവ് സാറിന് അറിയുന്ന ആൾക്കാർ മതി. ഇതാരാ ഇത്? അറിയില്ലേ നീ? ഇപ്പൊ 2 പറഞ്ഞു വിട്ടുള്ളൂ. സുദേവ് സാറിന് അറിയാത്ത ആരും വേണ്ട. എനിക്ക് വേണ്ട. ഞാൻ ഈ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. ചെറിയ വേഷമല്ല, ഹൃദയത്തിൽ തട്ടിയ വേഷങ്ങളാണ്. എനിക്കത് മതി. സുദേവ് സാർ കൂടി ഞാൻ എൻ്റെ സുദേവ് സാർ മാത്രമുള്ള ഒരു ലോകം. അതാണ് എൻ്റെ ആഗ്രഹം.
ചെറിയ സിനിമയിലൊക്കെ ചാൻസ് വന്നിട്ടുണ്ട്. ഒരു എന്നാ നമുക്കൊരു പാട്ട് പാടിയല്ലോ സാറേ. പാട്ട് പടം കലക്കാത്ത സന്തന വേറെ ബേഗു ബേഗ പുത്തിരിക്കോ ഭൂപ്പറിക്കാൻ പോകില്ലാമോ വിമാനത്തെ പക്കിലമോ തലക്കാത്ത സന്തന വേഗു ബേഗ ഭൂപ്പറിക്കാൻ പോകില്ലാമോ വിമാനത്തെ പക്കിലമോ. പൊന്നെ പൊന്നെ ചായടി മുത്തേ അച്ഛൻ ചായടി പൊന്നെ. ഞാൻ ഉറങ്ങിയ സമയത്ത് ആരെ വിളിച്ചു കയറ്റിയത്? പൊന്നെ എന്താ? ആരാ നീ? ആരാ നീ? ഞാനെവിടെ? നീ ആരാന്ന്? എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ നീ ആരാ? സുദേവ് സാർ. ഏത് സുദേവ് സാർ? അല്ല, ഇന്നലെ വൈകിട്ട് ഇവിടെ ഞാൻ വന്ന്. ആയിട്ട് ആര് വന്നു? നമ്മൾ അടിച്ചില്ലേ ഇന്നലെ രാത്രി? നീ ആരാന്ന് പറ. ഞാൻ സീരിയൽ, പ്രശസ്ത സീരിയൽ നടൻ സുദേവ് സാർ. സുദേവ? ഏത് സീരിയല്? അയ്യോ, കോപ്രായം കാണിക്കണം. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് കോപ്രായം കാണിക്കണം നീ. അല്ല, ഏത് സുദേവ് സാർ? ഓർക്കുന്നില്ലേ? ഞാൻ എന്ത് ഓർക്കാൻ? അല്ല, ഇപ്പൊ ഭാര്യ വിളിച്ചു ചോദിക്കും. എന്ത് പൊന്നെ? അല്ല, പൊന്നൊക്കെ ഇന്നലെ രാത്രിയിലേ പോയി. ഞാനിവിടെ വന്നപ്പോ എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ സാറ് തല്ലി. ഓർക്കുന്നുണ്ടോ? ഞാനാ? സ്വന്തം അളിയനും തല്ലി. അവരെ അന്ന് ഇന്നലെ രാത്രി തന്നെ ഒരു 12 മണിയോട് കൂടി ഇവിടുന്ന് പറഞ്ഞു വിട്ടായിരുന്നു. എന്റെ ഭാര്യനെ എന്റെ അളിയനെ നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടാ? തല്ലല് തല്ലല് എന്റെ ഭാര്യ നിനക്ക് വേണ്ടിട്ട് ഞാൻ പോട്ടെ. നീ പോകരുത്. ഭ്രാന്താന്നോടാ. പോലീസ് വരാണ്ട് നീ ഇവിടുന്ന് പോകരുത്. എന്റെ ഭാര്യനെ അളിയ ഞാൻ പോവാ. എന്നാലും ഞാൻ അപ്പഴേ പറഞ്ഞ അടിച്ചിറക്കി വിടല്ലേ ഇവിടെ നിന്ന്. പോവാ. തല്ലല്ല അനിയ, അനിയ തല്ലല്ല. ഇന്ന് എനിക്ക് ഷൂട്ടുള്ളതാ. തല്ലല്ലേ? വെയിൽ കൊള്ളണ്ട എനിക്ക് പോയിട്ട്. തല്ലരുത്, തല്ലരുത് പ്ലീസ്. സുദേവ് സാറല്ലേ? എടാ തണ്ടി. അയ്യോ